നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ശേഷം ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ലഹരിവേട്ട സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ വരെ 4146 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധ ലഹരി കേസുകളിലായി 4471 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ചില തർക്കങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അതായത് ലഹരിക്ക് വേണ്ടി അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന പാർലറുകൾ ഉണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. ലഹരിയുടെ വേരറക്കുമെന്ന് പറയുന്നതിനിടയിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടെയാണ് അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന പാർലറുകൾ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്ത് ഒരു സ്ഥലത്ത് അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് ആളുകളുടെ നാക്കിൽ കൊത്തിക്കുന്ന ഒരു സ്ഥലം പോലീസ് കണ്ടുപിടിച്ചു. മരിച്ചു പോകില്ല, അണലിക്കുഞ്ഞല്ലേ, അതിശക്തമായ നടപടി സ്വീകരിച്ചു. അതിനുശേഷമാണ് ഇതെല്ലാം പിടികിട്ടിയത്. നെറ്റിയിലിടുന്ന പൊട്ട്, നാക്കിലിടുന്ന സ്റ്റാമ്പ്, കയ്യിലിടുന്ന പ്ലാസ്റ്റർ, ഇതെല്ലാം ലഹരിയാണ്, നമ്മളത് അറിയുന്നില്ല. ഇങ്ങനെയായിരുന്നു ചെന്നിത്തല അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ ഈ ഒരു വാദം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം അണലി വളരെ വിഷമുള്ള ഒരു പാമ്പാണ്. പലപ്പോഴും അണലി കടിച്ച് ആളുകൾ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ളൊരു വേളയിലാണ് ഇപ്പോൾ അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലഹരി കേന്ദ്രങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന മന്ത്രി പറയുന്നത്. ഇതിനെതിരെ ഇപ്പോൾ ഒരു ഡോക്ടർ ഷിംന അസീസ് രംഗത്ത് വരികയാണ്. ഈ ഒരു പരാമർശം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഷിംന അസീസ് തനിക്ക് പറയാനുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അതായത് നാക്കിൽ അണലിയെ കൊണ്ട് കൊത്തിച്ചാൽ ലഹരി പോയിട്ട് ആള് പോലും ചിലപ്പോൾ ബാക്കി ഉണ്ടാകില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. അണലി വെറുതെ കൊത്തിയാൽ പോലും വിഷം അകത്തെത്തിയാൽ ആള് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും രക്തത്തെ ബാധിക്കുന്ന ഹീമോടോക്സിക് വനമുള്ള അണലി കുത്തിയാൽ ജീവൻ രക്ഷിച്ചെടുക്കാൻ അതീവ ശ്രമകരമാണെന്നും ഡോക്ടർ പറയുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവനയുടെ ഭാഗമെന്നതിനാൽ മന്ത്രി ചെന്നിത്തല വളരെ ലാഘവത്തോടെ പറഞ്ഞ വൈദ്യശാസ്ത്രപരമായ തെറ്റായ കാര്യം കൂടുതൽ പോപ്പുലർ ആകാനും ആരെങ്കിലും ശ്രമിച്ചു നോക്കാനൊക്കെ സാധ്യതയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെയാണ് ഷിംനയുടെ പ്രതികരണം. ഷിംന പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. അണലി വെറുതെ കൊത്തിയാൽ പോലും വിഷം അകത്തെത്തിയാൽ ആള് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രക്തത്തെ ബാധിക്കുന്ന ഹീമോടോക്സിക് വനമാണ് അണലിക്ക്. ജീവൻ രക്ഷിച്ചെടുക്കൽ അതീവ ശ്രമകരമാണ്. നാക്കിൽ അണലിയെ കൊണ്ട് കൊത്തിച്ചാൽ ലഹരി പോയിട്ട് ആള് പോലും ചിലപ്പോൾ ബാക്കിയുണ്ടാകില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവനയുടെ ഭാഗം എന്നതിനാൽ ശ്രീ രമേശ് ചെന്നിത്തല വളരെ ലാഘവത്തോടെ പറഞ്ഞ വൈദ്യശാസ്ത്രപരമായി തെറ്റായ കാര്യം കൂടുതൽ പോപ്പുലർ ആകാനും ആരെങ്കിലും ശ്രമിച്ചു നോക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് ഈ പരിപാടി ഒന്നും ട്രൈ ചെയ്യരുത്. രക്തത്തെ നേരിട്ട് ബാധിക്കുന്ന തരമായ അണലി വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതല്ല. അതിനാൽ തന്നെ ലഹരി സംബന്ധമായ തോന്നലോ അനുഭവമോ ഈ വിഷം കാരണം ഉണ്ടാകുകയുമില്ല. മൂർഖനും വെള്ളിക്കെട്ടിനുമൊക്കെയാണ് അത്തരത്തിലുള്ള ന്യൂറോടോക്സിക് വനമുള്ളത്. അവയാണ് ലഹരിക്കാർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അവയെ കൊണ്ട് കൊത്തിച്ചാലും വിഷം കയറി ഏറിയും കുറഞ്ഞും മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപകടമാണ്. എന്ന് മാത്രമല്ല, അണലിയുടെ ദംശനമേറ്റാൽ മരണപ്പെട്ടില്ലെങ്കിൽ പോലും ആയുഷ്കാലം നിലനിൽക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുണ്ട്. കിടപ്പിലായി പോവാം, സ്ഥിരമായി കിഡ്നിയെ ബാധിക്കാം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. വളരെയേറെ രക്തക്കുഴലുകൾ നിറഞ്ഞ നമ്മുടെ നാക്കിൽ അണലി കൊത്തിയാൽ വിഷം അതിവേഗം ബഹുദൂരം രക്തത്തിൽ കലരാനും മരണം ഫാസ്റ്റ് ട്രാക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. സാധാരണയിലും കൂടുതൽ വേഗത്തിൽ മരണം സംഭവിക്കാം. നാക്കിൽ കൊത്തിക്കാൻ വേണ്ടി പ്രവചിക്കാൻ പറ്റാത്ത വേഗത്തിൽ ആക്രമിക്കുന്ന അണലിയെ പിടികൂടാൻ ശ്രമിച്ചാൽ ആ വകയിലും പാമ്പുകടി ഏൽക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അണലി കുട്ടിയെ പിടിച്ച് കടിപ്പിക്കാം എന്ന് വെച്ചാൽ സർപ്പക്കുട്ടിക്ക് പുറത്തേക്ക് വരുന്ന വിഷത്തിന്റെ അളവിൽ ഒരു നിയന്ത്രണവും കണ്ടേക്കില്ല. പാമ്പിൻ കുട്ടി കുട്ടിയല്ല, ലുക്കിൽ മാത്രമേ ചെറുതുള്ളൂ. വർക്കിൽ പലപ്പോഴും വളർച്ചയെത്തിയ പാമ്പിനേക്കാൾ കൂടുതൽ അപകടകാരിയാണ് പാമ്പിൻ കുട്ടികൾ. മേൽപ്പറഞ്ഞ പലവിധ കാരണങ്ങളാൽ അണലിയുടെ കടി അണ്ണാക്കിൽ മേടിച്ച് പടമാകരുത്. പാമ്പിന്റെ കൊത്ത് ലഹരി തരില്ല.
കൂടെ ഒന്നുകൂടി ഒരു ലഹരിയും ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. നല്ലതൊന്നും ലഹരിയിലില്ല, പ്രയോജനമുള്ളതൊന്നും ലഹരിയോ ലക്കുകേടോ ഉണ്ടാക്കുകയുമില്ല. അശാസ്ത്രീയതയും അജ്ഞതയും പ്രചരിപ്പിക്കപ്പെടാതെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇനിയും കേരളത്തിൽ ആഞ്ഞു വീശട്ടെ. നിരുപാധികം ലഹരിക്കെതിരെയുണ്ട്. അണലി സ്വന്തം പ്രാരാബ്ധങ്ങളുമായി അണലിയുടെ പാട്ടിന് പൊക്കോട്ടെ, വെറുതെ ശല്യപ്പെടുത്തേണ്ട. ഡോക്ടർ ഷിംന അസീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിൽ അണലി കടിച്ചു കഴിഞ്ഞാൽ ആള് ലഹരി കിട്ടുക പോയിട്ട് മരിക്കുക, ഒരു നിമിഷം കൊണ്ട് വരെ മരണം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അണലിയിൽ അടങ്ങിയിട്ടുള്ള വിഷയത്തെക്കുറിച്ചും മറ്റും ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഈ പോസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ വൈറലായി. ഇത് ശ്രദ്ധിക്കപ്പെട്ടതോടെ അതിന് താഴെ ഈ ഡോക്ടർക്കെതിരെ വിമർശന കമന്റുകളും വരുന്നുണ്ട്. അതായത് ഡോക്ടർ ഓപ്പറേഷൻ തൂഫാനെതിരെയാണെന്നും കമ്മി ആയതുകൊണ്ടാണെന്നുമാണ് ചിലർ ഈ പോസ്റ്റിനെ വിമർശിച്ചിരിക്കുന്നത്. ഇതിനും ഡോക്ടർ വിശദമായ മറുപടി കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തന്നെ വിമർശിച്ചിട്ടുള്ള ഒരാൾക്ക് പോസ്റ്റിൽ താഴെ കമന്റിനും ഈ ഡോക്ടർ മറുപടി നൽകിയിട്ടുണ്ട്. ആ കമന്റ് കൂടെ വായിക്കാം. ഈ പോസ്റ്റിൽ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ലഹരി തേടുന്ന മാർഗമുണ്ട് എന്ന് എന്നെ ബോധവൽക്കരിക്കാനും ഡോക്ടർ കമ്മി ആയതുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്ക് ഓപ്പറേഷൻ തൂഫാനുമെതിരെ സംസാരിക്കുന്ന സാമൂഹ്യ ദ്രോഹിയാണെന്ന് ആവർത്തിച്ച് കമന്റിടാനും നിൽക്കുന്നവരുടെയും പോസ്റ്റ് മൊത്തം വായിക്കാനും ക്ഷമയില്ലാത്തവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷങ്ങളെ എന്തെങ്കിലും തരത്തിൽ ലഹരി സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടാകൂ എന്നത് പോസ്റ്റിലുണ്ട്. അത് അണലിയെ കൊണ്ട് സാധിക്കില്ല. മൂർഖനും വെള്ളിക്കെട്ടിനും ഒക്കെയാണ് ന്യൂറോ ടോക്സിക് വെനമുള്ളത്. അവയാണ് ലഹരിക്കാർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇനി അവയെ കൊണ്ട് കൊത്തിച്ചാലും വിഷം കയറി ഏറിയും കുറഞ്ഞു മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അപകടമാണ്. കൂടുതൽ വ്യക്തതയ്ക്ക് ഈ പോസ്റ്റിന്റെ ആ ഭാഗത്ത് 4 വരികൾ കൂടി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാമ്പിൻ കുട്ടികൾ പ്രായപൂർത്തിയായ പാമ്പുകളേക്കാൾ അപകടകാരികളാണ്. പുറത്തേക്ക് വരുന്ന വിഷത്തിന്റെ അളവിൽ അവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അണലിയെക്കുറിച്ച് മന്ത്രി പറഞ്ഞാൽ അതേക്കുറിച്ച് തന്നെ മറുപടി പറയണം. ഇതിനോടകം വളരെ പോപ്പുലറായ പ്രസ്താവന കേട്ട് എപ്പോഴും പുതിയ ലഹരി തേടുന്ന പഴയ ലഹരിയിൽ നിന്ന് കിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവർ അണലിയെ പിടിച്ചു കൊത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? ഓപ്പറേഷൻ തൂഫാനെതിരെ ഒന്നും ഈ പോസ്റ്റിലില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അത് കാണണമെങ്കിൽ അക്ഷരവിരോധം മാറ്റിവെച്ച് മൊത്തം പോസ്റ്റ് വായിക്കണം. ഇടത് രാഷ്ട്രീയമാണ്, പ്രതിപക്ഷമാണ്. സമൂഹത്തിന് എതിരെ നിന്ന് എന്തിനേയും എതിർക്കാൻ മാത്രം അന്ധഭക്തിയില്ല, അന്ധം കമ്മിയുമല്ല. എല്ലാ പോസ്റ്റും രാഷ്ട്രീയ പോസ്റ്റല്ല, ഇതൊരു ഡോക്ടറുടെ പ്രൊഫൈലാണ്. നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. അതായത് കൃത്യമായിട്ട് വിമർശിച്ച ആൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഈ പറയുന്ന ഡോക്ടർക്കും ഒരു രാഷ്ട്രീയമുണ്ട്, പക്ഷെ അതെല്ലാം അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഏതായാലും ഇതുവരെയായിട്ടും അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് മറ്റ് ഡോക്ടർമാരോ ഒന്നും തന്നെ സംസാരിച്ച് വന്നിട്ടില്ല. അണലി കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലഹരി ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത്, അത്തരത്തിലുള്ള പാർലറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു മറുപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു വ്യക്തത വരും. അതിനിടെ മയക്കുമരുന്ന് മാഫിയയുടെ അന്താരാഷ്ട്ര കണ്ണികളെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയെന്ന് DGP റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും തുടരന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഹരി കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങളുടെ ഏകോപനത്തോടെയുള്ള അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി ജൂലൈ 2ാം വാരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുടെ പ്രത്യേക യോഗം ചേരുമെന്നും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി. ലഹരിക്കടത്തിന്റെ പ്രധാന കേന്ദ്രം ബംഗളൂരാണെന്നും DGP പറഞ്ഞു. ആന്ധ്ര, ഒറീസ അതിർത്തിയിൽ നിന്നാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DGPമാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. കൂടാതെ തായ്ലാന്റ്, കംബോഡിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ മയക്കുമരുന്ന് മാഫിയകളുമായി പല പ്രതികൾക്കുമുള്ള ബന്ധം അന്വേഷണത്തിൽ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ മറ്റ് അന്വേഷണ ഏജൻസികളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ലഹരി വിപത്തിനെതിരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ബോധവൽക്കരണം ശക്തമായി നടത്തുന്നുണ്ടെന്നും DGP കൂട്ടിച്ചേർത്തു. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പോലീസിന്റെ ആധുനികവൽക്കരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചാകും ക്രൈം കണ്ടെത്തുന്ന രീതിയും മാറി. പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കും. പോലീസ് ഓഡിറ്റ് നടപ്പാക്കും. കേസുകൾ സമയബന്ധിതമായി തീർക്കുന്നുണ്ടോ എന്ന് ഓഡിറ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനിലെ പിടികൂടിയ വാഹനങ്ങൾ മാറ്റുന്നത് സംബന്ധിച്ച് മുഴുവൻ വാഹനങ്ങളിലെയും നിയമപ്രശ്നങ്ങൾ പരിഹരിച്ചു മാറ്റാനുള്ള പരിഹാരം ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു.